ആരായി ഐശ്വര്യ രാധാലക്ഷ്മി? അത് ഉത്തരം പറ. അത് ഫെമിനിച്ചി ആൻഡ് ക്രൂരയായ സ്ത്രീ. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഞാനൊരു സ്ത്രീയുടെ കൂടി ഇരിക്കുമ്പോൾ അവർ പറയാണ് അയ്യോ എനിക്ക് നടുവിന് വേദന എടുക്കുന്നെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സ്പേസുകളുണ്ടാവും. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? എല്ലാരും ഭയങ്കര അതായത് നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ചാനലാണ് ഈ ചെകുത്താൻ. അതായത് അവിഹിതത്തിൽ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നു. മുഖം കണ്ടാ അറിയാം പെഴച്ചോളാണെന്ന്. ഓരും പെട്രോള്. ഞാൻ അവിഹിതമാണല്ലോ, എനിക്കുണ്ടായത് അവിഹിതമായ കുട്ടിയാണല്ലോ. എന്നിട്ടാണോ അത് പറഞ്ഞപ്പോ താങ്കളോട് കിടന്ന് ചൂടായി? അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ. ചുമ്മാ ചലിക്കാടെ പോക്കത്തരം കാണിച്ച അമ്മച്ചാണ് ഇടിച്ചിന്റെ കൂമ്പളിക്കളെ. അവിഹിതം എന്താണ്, വ്യഭിചാരം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കരുതുന്നത്. അവിഹിതമെങ്കിൽ അവിഹിതം, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം. അവിഹിതമാണ് നമ്മൾക്ക് ഉണ്ടായേക്കുന്നത്, ഒരു പീഡനമാണ് ഉണ്ടായേക്കുന്നതിൽ. അതില് നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞ കേസുകളിൽ എവിടെയെങ്കിലും പീഡനം ഉണ്ടോ? ഞാൻ അതിനെ കുറിച്ച് പറയില്ല. ഫോട്ടോഗ്രാഫർ എന്നോട് ആവശ്യപ്പെട്ട് തുണി ഊരിയിട്ടിട്ട് മറ്റേ ഇന്നർ അണ്ടർവെയർ ഇട്ടിട്ട് ഡ്രസ്സ് അത് കാണിക്കാൻ പറഞ്ഞു. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ചിലപ്പോൾ അയാൾ ഒരു 5 മിനിറ്റോടെ സംസാരിച്ചിരുന്നെങ്കിൽ അവർ സമ്മതിച്ചേനെന്നാ പറഞ്ഞു. ആ മാനസികാവസ്ഥയെ കുറിച്ചാണ്. അങ്ങനത്തെ ഒരു അവസരം വേണ്ടെന്ന് വെച്ചാ പറയുന്നേ. എന്റെ കുണ്ടിക്ക് ഒരാൾ വന്നിങ്ങനെ അടിച്ചാലും ഞാൻ തിരിച്ചടിക്കുന്ന ഒരാൾ, അയാളെ അടിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അതേ തോന്നുള്ളൂ. ദൈവമേ ഞാൻ ചെയ്തിട്ടാണല്ലോ തിരിച്ചു ചെയ്യുന്നത് എനിക്ക് തോന്നുള്ളൂ. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിന്റെ രീതിയിൽ ആസ്വദിക്കുന്ന ഒരാളാണ്. അല്ലാതെ അത് കണ്ട് നല്ല പട്ടക്സ് എന്ന് പറഞ്ഞ് പോയി പിടിക്കത്തില്ല. പോകുന്ന വഴി തട്ടത്തില്ല. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ചങ്ങ് ഉടച്ചു കളഞ്ഞു.